ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേസസ് ആക്ട്സ് 1969 സെക്ഷൻ 15 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഞാൻ ഒന്നുകൂടെ 15 വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നിർത്തി. പക്ഷേ ഇനി ഒന്നുകൂടെ ഞാനൊന്ന് റിവിഷൻ പോലെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. പലരും കേട്ടിട്ടുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഉദ്ദേശിച്ച് തന്നെയാണ് ഒന്നുകൂടെ ഞാൻ അതൊന്ന് പറയുവാണ്. സെക്ഷൻ 1-ൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. അതാണ് നമ്മൾ സെക്ഷൻ 1-ൻ്റെ അകത്ത് പറഞ്ഞത്. ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, അതാണ് ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഏത് ഏരിയയെ ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് ഏത് ഏരിയയാണ്, നമ്മുടെ കേരള സ്റ്റേറ്റിന് മാത്രമുള്ളതാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഇത് രൂപീകരിച്ചത്, കമൻസ് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത് 15/5/1969 ഇത് രൂപീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 2-ൻ്റെ അത് കുറേ ഡെഫിനിഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സെക്ഷൻ 2-ൽ ആദ്യത്തെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരേ പർപ്പസസിന് വേണ്ടിയിട്ട് ഫോം ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് അവിടെ മെമ്പേഴ്സായിട്ട് വരുന്നത്. അതുപോലെ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ ഓഫ് ദി സ്റ്റേറ്റ്, അതായത് കേരള സ്റ്റേറ്റ്, അതാണ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ് മൊത്തമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ പർപ്പസസിന് വേണ്ടി ഫോം ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം കൂടെ, ഇപ്പം പർപ്പസസ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആകാം, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആകാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഉണ്ട്. അപ്പം ഏത് പർപ്പസസിന് വേണ്ടിയാണോ ഫോം ചെയ്തിരിക്കുന്നത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം ആ ഒരു പർട്ടിക്കുലർ അപ്പെക്സ് സൊസൈറ്റിയുടെ കീഴിൽ വരും. നിങ്ങൾക്കറിയാം 3 ലെയേഴ്സാണുള്ളതെന്നറിയാം. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ലെവലാണ്. അതായത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റിൽ വരുന്നതാണ് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്തത് സെക്ഷൻ 2A പറയുന്നത് അസിസ്റ്റഡ് സൊസൈറ്റിയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസ് കിട്ടുന്ന, ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസ് കിട്ടുന്ന സൊസൈറ്റീസിനെയാണ് നമ്മൾ അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് ഷെയർ ക്യാപിറ്റലായിട്ടോ, ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുവോ, ലോൺസോ ഗ്രാൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് നമ്മൾ അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 2AB പറയുന്നത് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിലൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? അക്കൗണ്ട്സും കാര്യങ്ങളും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവിടെ എൻട്രി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് വെരിഫിക്കേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് സെക്ഷൻ 2AB പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ 2B പറയുന്നത് ബൈലോസ് ആണ്. 2B അതായത് അതത് കാലഘട്ടങ്ങളിൽ പ്രാബല്യത്തിലുള്ള രജിസ്റ്റർ ചെയ്യപ്പെട്ട ബൈലോസ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട നിബന്ധനകൾ, അതാണ് ബൈലോസ് എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിനനുസൃതമായിട്ട് ബൈലോസിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അത് രജിസ്ട്രാറാണ് ബൈലോസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ പ്രിപ്പയർ ചെയ്ത ബൈലോസാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലും അതത് ആവശ്യം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 88 അനുസരിച്ച് രൂപീകരിച്ച ആ ഒരു യൂണിയനെയാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. അടുത്തത് സെക്ഷൻ 2D എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ സെൻട്രൽ സൊസൈറ്റിയാണ്. സെൻട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 1 or more റവന്യൂ ഡിസ്ട്രിക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഏതാണ്? 1-ൽ കൂടുതൽ റവന്യൂ ഡിസ്ട്രിക്ട്സ് ഉണ്ടായിരിക്കും. അതാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പ്രവർത്തന പരിധി, അതിനെയാണ് സെൻട്രൽ സൊസൈറ്റി. അപ്പോൾ അവരുടെ കീഴിൽ 1-ൽ കൂടുതൽ ഡിസ്ട്രിക്ട്സ് ഉണ്ടായിരിക്കും.
അവരുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, മറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസാണ് അവരുടെ മെമ്പേഴ്സായിട്ട് വരുന്നത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാമാണ് മെമ്പേഴ്സായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കമ്മിറ്റി. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവേണിംഗ് ബോഡിയെയാണ് നമ്മൾ കമ്മിറ്റി എന്ന് പറയുന്നത്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിൽ നിന്ന് എലക്ട് ചെയ്ത ഒരു ഗ്രൂപ്പാണ് അവിടെ കമ്മിറ്റി ആയിട്ട് വരുന്നത്. അവരെയാണ് നമ്മുടെ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 2E(a)യിൽ പറയുന്നത് കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ആർബിട്രേഷൻ കോർട്ടിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, തർക്കങ്ങൾ, ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ന് പറയുന്നത്. ഒരു കോടതി പോലെ തന്നെയാണ് അത് പെർഫോം ചെയ്യുന്നത്. അടുത്തത് സെക്ഷൻ 2E(b)യിൽ പറയുന്നത് കൺസോർഷ്യം ലെൻഡിങ് സ്കീമാണ്. കൺസോർഷ്യം ലെൻഡിങ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പർപ്പസസിന് വേണ്ടി തന്നെ പല കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ചേർന്ന് ലെൻഡ് ചെയ്യുക, പണം കടം കൊടുക്കുക. അതായത് ഒരു വലിയ സംരംഭത്തിന് ഒരു ബാങ്കിന് തന്നെ ഫുൾ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ പല ബാങ്കുകൾ കൂടി ചേർന്ന് ബാങ്കിനെ ഒരു പ്രോജക്റ്റിനെ സഹായിക്കുന്ന ആ സ്കീമിനെയാണ് കൺസോർഷ്യം ലെൻഡിങ് സ്കീം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞാൽ സഹകരണ വികസന ക്ഷേമനിധി എന്നാണ് പറയുന്നത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ തന്നെ ടോട്ടൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഫണ്ടാണ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്നത്. സെക്ഷൻ 2E(c)യിലാണ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. സെക്ഷൻ 2E(c)(c). അതിൻ്റെ അകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. അതെന്തിനാണ് കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ എയിം എന്ന് പറഞ്ഞാൽ റിഡ്രസൽ ഓഫ് കംപ്ലയിൻറ്റ്സ് റിലേറ്റിംഗ് ടു ഡെഫിഷ്യൻസി ഇൻ ബാങ്കിങ് സർവീസസ് റെൻഡേർഡ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് സർവീസസിൻ്റെ അകത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ്സ് അവർക്കെതിരെ, അതായത് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എതിരെയായിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ മുമ്പാകെയാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. സെക്ഷൻ 2E(d)യിൽ പറയുന്നത് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ കുറിച്ചാണ്. അതായത് CSCB എന്ന് പറയും, 80(b)യിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് അവരാണ് ആ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാമിനേഷൻസ്, അതായത് ടെസ്റ്റുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് സെക്ഷൻ 2F'ൽ പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചാണ്. അതായത് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ KCS Act 1969 അനുസരിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ്, ആ രജിസ്റ്റർ ചെയ്ത കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ് 2F'ൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈ സെക്ഷൻ 2G കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ നേരത്തെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി അൺലിമിറ്റഡ് ലയബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ജിയിൽ പറയുന്ന സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ഷെയർസ്. അതാണ് അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. എത്ര തുകയാണ് അവർക്ക് ആ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത് തീർക്കാനായിട്ടുള്ളത്, അതാണ് അവരുടെ ലയബിലിറ്റി അറ്റ് ദ ടൈം ഓഫ് ഫൈൻഡിങ് അപ്പ് ഓഫ് ദി സൊസൈറ്റി. അതാണ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ലയബിലിറ്റിക്ക് ഒരു ലിമിറ്റില്ല. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് എത്രത്തോളം നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആ നഷ്ടങ്ങളെല്ലാം തന്നെ അവർ തന്നെ അത് കൊടുത്തു തീർക്കണം. അപ്പോൾ അവർക്ക് അവിടെ ലിമിറ്റേഷൻ ഇല്ല. എത്ര നഷ്ടമുണ്ടോ അത് മുഴുവൻ അവരും കൂടെ ചേർന്ന് വേണം കൊടുത്ത് തീർക്കാൻ. അത്തരം സൊസൈറ്റിയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മെമ്പേഴ്സ് എല്ലാത്തിലും ലയബിൾ ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സെക്ഷൻ 2I പറയുന്നത് ഡിസ്പ്യൂട്ട് മീൻസ് മാറ്റർ ടച്ചിങ് ദ ബിസിനസ് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര ആൻഡ് ഈസ് സബ്ജക്റ്റ് ടു ലിറ്റിഗേഷൻ. തർക്കങ്ങൾ, അതിനെക്കുറിച്ചാണ്. തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യേണ്ട ഒരു വസ്തുതയായിട്ട് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരു പ്രശ്നമായിട്ട് തീരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അടുത്ത സെക്ഷൻ 2IA സബ്സെക്ഷൻ IA പറയുന്നത് ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചാണ്. എന്താണ് ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്കറിയാം പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ തൊട്ട് മുകളിൽ, അതായത് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലുള്ള പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സിനെയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്, ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിലുള്ളവരെ. പിന്നെ മെമ്പേഴ്സിനെ കണ്ട് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് അതുപോലെ തന്നെ ഫിനാൻസിങ് ബാങ്ക് ഉണ്ടെങ്കിൽ അവരെയും ആണ് അവർ അവരുടെ മെമ്പേഴ്സായിട്ട് വരുന്നത്. ഇവരുടെ എയിം ഇത് തന്നെയാണ്, ഫണ്ട് റൈസ് ചെയ്യുകയും ഈ മെമ്പേഴ്സിന്, അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിന് വേണ്ട ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കാണ് ഒറ്റ ഡിസ്ട്രിക്റ്റിലുള്ളവർ. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉണ്ടാവും, ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതിൻ്റെ മെമ്പേഴ്സായിട്ട് വരും. അടുത്തത് സെക്ഷൻ 2Jയിൽ പറയുന്നത് ഫിനാൻസിങ് ബാങ്കിനെ കുറിച്ചാണ്. ഈ ഫിനാൻസിങ് ബാങ്ക് എന്ന് പറഞ്ഞാലും തന്നെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ്. ഇവർ ചെയ്യുന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുകയും ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിനെയും കൂടെ വിളിച്ചു കൂട്ടിയുള്ള മീറ്റിങ്ങിനെയാണ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത്. ആ മീറ്റിങ്ങിൽ മെമ്പേഴ്സ് എന്ത് ചെയ്യണം, വോട്ട് ചെയ്യേണ്ട ഒരു പ്രമേയം പാസ്സാക്കുകയോ അങ്ങനെ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന അതിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ്. അടുത്തത് സെക്ഷൻ Lൽ പറയുന്നത് മെമ്പറിനെ കുറിച്ചാണ്. മെമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എ പേഴ്സൺ ജോയിനിങ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി സെക്ഷൻ 2Mൽ പറയുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈലോസിൻ്റെ അകത്ത് ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് അവകാശങ്ങൾ, പ്രിവിലേജസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രിവിലേജസ് മാത്രം അനുവദിച്ച് കിട്ടുന്ന മെമ്പേഴ്സിനെയാണ് നമ്മൾ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയും. അടുത്തത് ഓഫീസർ. സെക്ഷൻ 2Nൽ ഓഫീസറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഓഫീസർ എന്നുള്ള പദവി അലങ്കരിക്കുന്നതെന്ന് വെച്ചാൽ പ്രസിഡൻറ്റ്, സെക്രട്ടറി, മെമ്പർ ഓഫ് കമ്മിറ്റി, ലിക്വിഡേറ്റർ, ഇവരെല്ലാം എന്ത് തന്നെയാണ്, ഓഫീസേഴ്സാണ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടു ഗീവ് ഡയറക്ഷൻസ് ടു ദ ബിസിനസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ, വ്യക്തികളെയാണ് നമ്മൾ ഓഫീസറായിട്ട് പറയുന്നത്. സെക്ഷൻ 2Oയിൽ പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ്. ഇപ്പം ഞാൻ ഇന്ന് ഒന്നുകൂടെ സെക്ഷൻ 2 വരെ ആയിട്ടുള്ളൂ, കുറച്ച് പോർഷൻസ് ഒന്നുകൂടെ ഒന്ന് ഞാൻ റിവൈസ് ചെയ്തതാണ്. കാരണം ഇത് നിങ്ങൾ നന്നായി പഠിക്കേണ്ട പോർഷൻസാണ് ഇപ്പോഴും, അതുപോലെ തന്നെ ഇതിന് ശേഷം നിങ്ങളുടെ ഭാവിയിലേക്ക് ആവശ്യമുള്ളൊരു പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ അതൊന്ന് റിവൈസ് ചെയ്ത് പോകുന്നത്. എല്ലാവരും അത് ഒന്ന് കേൾക്കാതിരിക്കരുത്. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചൊരു ഡെഫിനിഷൻ എഴുതി സബ്മിറ്റ് ചെയ്യുക. താങ്ക് യു.